തായ്വാനിൽ ശക്തമായ ഭൂചലനം. തായ്പേയിൽ ഇന്ന് പുലർച്ചെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീണു. ജപ്പാനിലും ഫിലിപ്പീൻസിലും തായ്വാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരമാലകൾ 3 മീറ്റർ വരെ ഉയരാൻ സാധ്യത. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. രോഹിണി, കിഴക്കൻ തായ്വാനിലെ പ്രാദേശിക സമയം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്. ബഹുനില കെട്ടിടങ്ങൾ അടക്കം നിലം പൊത്തിയിട്ടുണ്ട്. എന്നാൽ ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ജപ്പാനിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 7.5 ആണ് തീവ്രത. ഇതേ തുടർന്ന് ജപ്പാനിൽ സുനാമിക്കുള്ള മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തായ്വാൻ തലസ്ഥാനത്തും സമാനമായി ജപ്പാനിൽ ഒരു സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജപ്പാനിലെ പ്രധാന നഗരങ്ങളിൽ വൈദ്യുത വിതരണങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജപ്പാൻ തീരത്ത് തിരമാലകൾ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിലെ ഒക്കിനാവ തീരത്ത് നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാലും 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം തായ്വാനിലും 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാൻ തീരത്തും ഉണ്ടായത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രോഹിണി. ശരി, തായ്വാനിൽ ശക്തമായ ഭൂചലനം. എം നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.